നമസ്കാരം. ദേശീയ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ കേരളം പൂർണ്ണമായിട്ടും സ്തംഭിക്കും. 24 മണിക്കൂർ കേരളം പൂർണ്ണമായിട്ടും സ്തംഭിക്കാൻ പോകുന്നു. സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറക്കരുത് എന്ന സംയുക്ത ട്രേഡ് യൂണിയന്റെ ആഹ്വാനം വന്നിരിക്കുന്നു. ഇന്ത്യയിൽ ഈ പൊതുപണിമുടക്ക് ബാധിക്കുക കേരളത്തിൽ മാത്രമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമേ ഇല്ല. വ്യാഴാഴ്ച അക്ഷരാർത്ഥത്തിൽ അടച്ചിടൽ ദിനമായി തീരാൻ പോകുന്നു എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെയാണ് ദേശീയ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ ആരംഭിച്ച് നാളെ അർദ്ധരാത്രി വരെ അവസാനിക്കുന്നത്. അപ്പോൾ നാളെ അർദ്ധരാത്രിയിൽ അവസാനിക്കുന്ന 24 മണിക്കൂർ നീളുന്ന ഒരു പണിമുടക്കാണ്. കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കും ജനദ്രോഹ ലേബർ കോഡുകൾക്കുമെതിരെ രാജ്യവ്യാപകമായിട്ട് ആഹ്വാനം ചെയ്തിട്ടുള്ള 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് ഇന്ന് രാത്രി ആരംഭിക്കും. ബുധനാഴ്ച രാത്രി ആരംഭിച്ച് വ്യാഴാഴ്ച രാത്രി 12 വരെ നീളുന്ന പണിമുടക്കിൽ കേരളം പൂർണ്ണമായിട്ടും സ്തംഭിക്കാൻ പോകുന്നുവെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ നേതാക്കൾ ആഹ്വാനം ചെയ്യുകയാണ്. കഴിഞ്ഞ കുറച്ച് കാലഘട്ടങ്ങളിലായിട്ട് ഇത്തരത്തിലുള്ള പണിമുടക്കുകളോ ഹർത്താലുകളോ ഒരു തരത്തിലും കേരളത്തെ ബാധിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരു പ്രതിപക്ഷം കഴിഞ്ഞ 2021 കേരളത്തിൽ ഉണ്ടായതിനു ശേഷം ആ പ്രതിപക്ഷത്തിന്റെ പേരിൽ ഒരു ഹർത്താൽ നടത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഒരു ബന്ദ് നടത്താൻ അവർ ശ്രമിച്ചിട്ടുണ്ടോ? ഇതൊക്കെ ചിന്തനീയമാണ്. അവിടെയാണിതാ ഒരു 24 മണിക്കൂറിന്റെ ദേശീയ പണിമുടക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഭരിക്കുന്ന പാർട്ടി, കേരളം ഭരിക്കുന്ന പാർട്ടി തന്നെ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്നാൽ കേരളത്തിലെ പ്രതിപക്ഷം ഇന്നുവരെ കഴിഞ്ഞ 2021 മുതൽ ഈ 26 വരെ എത്തുമ്പോൾ വി.ഡി. സതീശൻ എന്ന് പറയപ്പെടുന്ന പ്രതിപക്ഷ നേതാവിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നവർ ഇതുവരെയും ഒരു ഹർത്താലിനോ അല്ലെങ്കിൽ ഒരു ബന്ദിനോ ആഹ്വാനം ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ടതാണ്. മാത്രമല്ല വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു സമീപനമാണ് ആ പ്രതിപക്ഷം സ്വീകരിച്ചിരിക്കുന്നത് എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. ഏതായാലും നാളത്തെ പണിമുടക്ക് എന്ന് പറയപ്പെടുന്നത് അത്യാവശ്യ ഘട്ടങ്ങളിലല്ലാതെ സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറക്കാതെ പൊതുജനങ്ങൾ പണിമുടക്കിനോട് സഹകരിക്കണമെന്നാണ് നേതാക്കളുടെ അഭ്യർത്ഥന. CIT ഉൾപ്പെടെ ഏകദേശം 10ഓളം കേന്ദ്ര ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന പണിമുടക്കിന് കർഷക സംഘടനകളും ബാങ്ക്, ഇൻഷുറൻസ്, IT മേഖലയിലെ ജീവനക്കാരും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ദേശീയ പണിമുടക്കാണെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും തന്നെ ജനജീവിതത്തെ ഈ പണിമുടക്ക് ബാധിക്കില്ല. പൊതുപണിമുടക്ക് എല്ലാ അർത്ഥത്തിലും ഹർത്താലായി മാറും. അത് വിട്ട് ബന്ദാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക, വൈദ്യുതി വിത്ത് ഭേദഗതി ബില്ലുകൾ പിൻവലിക്കുക, ഇൻഷുറൻസ് മേഖലയിലെ 100% വിദേശ നിക്ഷേപം ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കും. KSRTC ഉൾപ്പെടെയുള്ള പൊതുഗതാഗത സംവിധാനങ്ങളും ഓട്ടോ ടാക്സി വാഹനങ്ങളും നിരത്തിലിറങ്ങില്ല. എന്നാൽ ശബരിമല തീർത്ഥാടകർക്കും മാരമൺ കൺവെൻഷനും തടസ്സമുണ്ടാകില്ല എന്ന് യൂണിയനുകൾ വ്യക്തമാക്കുന്നുണ്ട്. പത്രം, പാൽ, ആശുപത്രി, മരുന്ന് ഷോപ്പുകൾ, ആംബുലൻസ്, ഫയർഫോഴ്സ് എന്നീ അത്യാവശ്യ സർവീസുകളെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുമുണ്ട്. സംസ്ഥാനത്തെ 500ഓളം വരുന്ന കേന്ദ്രങ്ങളിൽ തൊഴിലാളി പ്രതിഷേധ പ്രകടനങ്ങളും റാലികളും സംഘടിപ്പിക്കും. രാഷ്ട്രീയ പ്രേരിതമെന്ന് ആരോപിച്ച് NGO സംഘ് പണിമുടക്കിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും ഭൂരിഭാഗം സർവീസ് സംഘടനകളും പണിമുടക്കിനൊപ്പമാണ്. സംസ്ഥാനത്തെ വാണിജ്യ വ്യാപാര മേഖലകളും പെട്രോൾ പമ്പുകളും പണിമുടക്കിന്റെ ഭാഗമാകുന്നതിനാൽ ജനജീവിതം ദുസ്സഹമാകും. KSRTCയും സ്വകാര്യ ബസ്സുകളും ഓട്ടോ ടാക്സി തൊഴിലാളികളും പണിമുടക്കുന്നതോടെ പൊതുഗതാഗതം അപ്പാടെ താറുമാറാകും. എന്നാൽ ഈ സമരത്തെ തള്ളിക്കളയുന്ന BMS, അതായത് ഭാരതീയ മസ്ദൂർ സംഘം, തങ്ങൾ ജോലിക്കെത്തുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ സംഘർഷ സാധ്യത ഉണ്ടാകുവാനുള്ള സാധ്യതയെ തള്ളിക്കളയാനും കഴിയില്ല. മാനേജ്മെന്റുകൾ സുരക്ഷ ഒരുക്കുകയാണെങ്കിൽ ഷിപ്പ്യാർഡ്, പോർട്ട് തുടങ്ങിയ പ്രധാന തൊഴിലിടങ്ങളിൽ BMS പോലുള്ള BMSന്റെ പ്രവർത്തകർ അല്ലെങ്കിൽ BMS സംഘടനയുടെ പ്രവർത്തകർ അവർ പണിയെടുക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. പണി മുടക്കുന്നവർക്ക് സമരം ചെയ്യാം, എന്നാൽ ജോലിക്ക് വരുന്നവരെ തടയാൻ അധികാരമില്ല എന്നാണ് ഇവരുടെ നിലപാട്. ഇവിടെ വളരെ സമാധാനപരമായ പ്രതിഷേധമാണ് ലക്ഷ്യമിടുന്നത് എന്നും ആരെയും ബലം പ്രയോഗിച്ച് തടയില്ല എന്നും CITU INTUC നേതാക്കൾ പറയുന്നുണ്ടെങ്കിലും വാഹനങ്ങൾ നിരത്തിലിറക്കാതെ സഹകരിക്കണമെന്ന കർശന നിർദ്ദേശം നേതാക്കൾ നൽകിക്കഴിഞ്ഞു. രാജ്യത്താകെ 30 കോടിയിലധികം അല്ലെങ്കിൽ 30 കോടിയിലോളം വരുന്ന തൊഴിലാളികൾ പങ്കുചേരുന്ന പ്രതിഷേധ മാർച്ച് അല്ലെങ്കിൽ പണിമുടക്ക് എന്ന് പറയുന്നത് കേരളത്തിൽ 650ഓളം കേന്ദ്രങ്ങളിൽ റാലികളോടെയും പ്രതിഷേധങ്ങളോടെയും ആചരിക്കും. ശബരിമല തീർത്ഥാടകരെ മാരാമൺ കൺവെൻഷനെയും ഒക്കെ അവശ്യ സർവീസുകളുടെ ഗണത്തിൽപ്പെടുത്തി സമരത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുമുണ്ട്. സാധാരണ ജനങ്ങൾക്ക് വ്യാഴാഴ്ച എന്ന് പറയപ്പെടുന്ന അക്ഷരാർത്ഥത്തിൽ അടച്ചിടൽ ദിനമായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ ഇവിടെയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇന്ന് വരെ മറ്റുള്ള പ്രതിപക്ഷ നേതാക്കൾ കാണിക്കുന്നത് പോലും മനോഭാവം
വി ഡി സതീശൻ കാണിച്ചിട്ടില്ല. വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള ആ പ്രതിപക്ഷ നിരയും അത്തരത്തിലൊരു സംവിധാനം ഒരുക്കിയിട്ടില്ല. UDF കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഒരു ഹർത്താൽ പോലും നടത്തിയിട്ടില്ല. ഈ പ്രതിപക്ഷ നേതാവിന്റെ കീഴിൽ ഇന്ന് വരെ ഈ പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ഒരു ഹർത്താലിന് ഇവർ ആഹ്വാനം ചെയ്തിട്ടില്ല. വി ഡി സതീശൻ അതുകൊണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ 2021 ഈ പറയുന്ന പ്രതിപക്ഷം എന്ന് പറയപ്പെടുന്നത് മാതൃകയാണ് കേരളത്തിന്. വി ഡി സതീശനെയും അത്തരത്തിൽ വേണമെങ്കിൽ ഒരു മാതൃകയായി സ്വീകരിക്കുകയും ചെയ്യാം.